ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ രേവതി അങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല ഒരു നിലയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാൽ വീടുകളിൽ പൂക്കൾ ഓർഡർ അനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നത് കൂടാതെ വലിയ ഓർഡറുകളൊക്കെ കിട്ടുകയാണ് രേവതിക്ക്. വലിയ കല്യാണങ്ങളുടെയും ഫംഗ്ഷൻ്റെയും ഒക്കെ ഓർഡർ കിട്ടുമ്പം കുറച്ചധികം പണി ചെയ്യേണ്ടി വരികയാണെങ്കിലും കുറച്ചധികം സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് രേവതി നന്നായിട്ട് തന്നെ ചെയ്യാണ് ബിസിനസ്. അതിൻ്റെ കൂടെ രേവതി പുതിയൊരു ബിസിനസ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലവർ ബൊക്കെ മാത്രമല്ല, അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ ബൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ വളരെ വലിയ ഓർഡറുകളൊക്കെ രേവതിക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ കിട്ടുന്ന കാണുമ്പം നമ്മുടെ ചന്ദ്രയ്ക്കും അതുപോലെ ശ്രുതിക്കും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുകയാണ് രേവതി. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അച്ഛമ്മ വലിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതൊക്കെ ഭയങ്കര സന്തോഷമായി സച്ചിക്കും രേവതിക്കും. അതേസമയം ശ്രുതിയും ഒക്കെ അതിന് കുശുമ്പ് വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ബെസ്റ്റ് കപ്പിൾസായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അത് അടുത്ത മത്സരത്തിലേക്ക് പോവുകയാണ് അവർ. അപ്പോൾ ഇവർ 3 പേരും മത്സരത്തിൽ പങ്കെടുക്കുക. ശ്രുതിയും വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും. അതിൽ ബെസ്റ്റ് കപ്പിൾസായിട്ട് സെലക്ട് ചെയ്യുന്നതും 1,00,000 രൂപ സമ്മാനവും അവാർഡും ഒക്കെ കിട്ടുന്നത് നമ്മുടെ സച്ചിക്കും രേവതിക്കാണ് കേട്ടോ. അത് നല്ല രസകരമായ ഒരു എപ്പിസോഡാണ്. ആ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് എൻ സ്ക്രീനിൽ ഇട്ടേക്കാം. കാണാത്തവർ അതൊന്ന് കാണണേ. അതിനൊക്കെ ശേഷമാണ് രേവതിയുടെ ബിസിനസ് കൂടി പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് അസൂയ മൂത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശ്രുതിക്കും. ഏത് നേരം ഇതാണ് പറയുന്നത് 2 പേരും കൂടെ. എന്തായാലും രേവതിക്ക് ഇങ്ങനെ ബിസിനസ് കൂടി വന്നാൽ എന്താ ചെയ്യുക? നമ്മൾ ഇത്രയും പണം മുടക്കി ബിസിനസ്സൊക്കെ ഇട്ടിട്ട് നമുക്കിതിൻ്റെ പകുതി പോലും വരുമാനം ഇല്ല. രേവതി എന്ത് വരുമാനം ഉണ്ടാക്കുന്നത്? അപ്പോൾ ശ്രുതി പറയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാലേ രേവതി ഉടനെ തന്നെ ഒരു റൂമല്ല, ഒരു വീട് തന്നെ കിട്ടും, വലിയൊരു വീട്. ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ. ഇവിടെ ബാക്കിയുള്ളവർ ഇങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും അതിൻ്റെ 4 വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ശ്രുതി പറയാം, പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ആ സച്ചിയുടെയും അവളുടെയും ഗെയിമ കാണണം. അവർ 2 പേരും കൂടെ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. പിന്നെ അമ്മയും. ഇപ്പോൾ അമ്മയെ പേടിച്ചിട്ടാണ് രേവതി നിൽക്കുന്നത്. അവളൊരു പണക്കാരിയായി കഴിഞ്ഞാൽ അമ്മയെ അവൾ ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ ശ്രുതിയും പറയാം, ശരിയാ, അമ്മയോട് ഇത് പറഞ്ഞു കൊടുത്തൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കണം. ഇല്ലെങ്കിലേ അമ്മയും കൂടി അവളെ സപ്പോർട്ട് ചെയ്ത് അവളുടെ സൈഡിലേക്ക് അങ്ങ് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രുതി പറയാം, ഏയ് അങ്ങനെയൊന്നും നിൽക്കില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഒരു വലിയ ഓർഡർ കിട്ടുകയാണ് രേവതിക്ക്. ഒരു സമ്മേളനത്തിന് ഒരു രാഷ്ട്രീയക്കാരൻ, അതും രവിയുടെ ഫ്രണ്ട്, രവിയെ വിളിച്ചിട്ട് ചോദിക്കുക, തൻ്റെ മോള് ഒരു മാലയൊക്കെ കെട്ടുന്ന പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോൾ പറയുന്നുണ്ട് രവി, അതെ, അവള് മാലയൊക്കെ കെട്ടിയിട്ട് വീടുകളിലൊക്കെ കൊണ്ട് ഓർഡർ പിടിച്ച് കൊടുക്കുകയാണ്. ക്ഷേത്രങ്ങളിലും ഹോസ്പിറ്റലുകളിലും ചെറിയ ഫംഗ്ഷനുകൾക്കും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പം അയാൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം വരുന്നുണ്ട്, ഒരു സംസ്ഥാന സമ്മേളനം. അതിന് വേണ്ടിയിട്ട് കുറേ പൂക്കൾ മാലകളും ഒക്കെ വേണം. എല്ലാ രാഷ്ട്രീയക്കാരെ അണിയിക്കാനും ഒക്കെ ആയിട്ട് പൂമാലകൾ ഒരുപാട് വേണം. ആ ഓർഡർ തൻ്റെ മരുമോക്ക് തന്നെ കൊടുക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ രവി പറയുന്നുണ്ട്, അതിനെന്താ, രേവതി മോള് നന്നായിട്ട് അത് ചെയ്യല്ലോ. അപ്പോൾ പിന്നെ രേവതി മോക്ക് തന്നെ കൊടുത്താൽ എന്താ കുഴപ്പം? ഞാൻ അവളെ വിളിക്കാം, നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് ഫോൺ കൊടുക്കുക. അപ്പോൾ രേവതിയോട് അയാൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി സമ്മതിക്കാണ് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ രവിയോട് പറയാം, ദേ എന്നാൽ ഞങ്ങളൊരു 50,000 രൂപ അഡ്വാൻസ് തരാം, തൻ്റെ മോൾക്ക് നാളെ കൊണ്ടുവന്ന് അഡ്വാൻസ് തരാമെന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ഓ ശരി, അതിനെന്താ, എല്ലാം ഞാൻ അവളോട് പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയാം. എന്നിട്ട് രേവതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, രേവതി, ദേ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ ഈ സമ്മേളനത്തിന്, നിന്നോട് സംസാരിച്ചാ, പക്ഷേ അത് കുറച്ചധികം മാലകളൊക്കെ വേണം. അത് ഞാൻ തന്നെ കൂട്ടിയേ കൂടില്ല, ആരെങ്കിലും 1-2 പേരെ കൂടി നിർത്തേണ്ടി വരുമെന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, അതിനെന്താ, അവർക്ക് പണം കൊടുത്താൽ പോരെ, ഇത്രയും വലിയ ഓർഡർ അല്ലേ, അപ്പോൾ പിന്നെ നമ്മളത് വിട്ട് കളയണോ? 2-3 ദിവസമൊക്കെ ഇതുപോലെ മാലകൾ വേണ്ടി വരും, ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ രേവതി പറയാ, സന്തോഷമുണ്ടച്ചാ, അങ്ങനെയാണെങ്കിൽ 2 ചേച്ചിമാരെ കൂടി നിർത്തി മാല കെട്ടിക്കാം, എന്നിട്ട് അവർക്ക് വേണ്ട മാലകളൊക്കെ കൊടുക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ ഓർഡറൊക്കെ പിടിക്കുന്നത്, അതുകൊണ്ടൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ രവി പറയാണ്, അയാൾ ഇതേ നാളെ ഇങ്ങോട്ട് വരും, രേവതി മോളോട് എഗ്രിമെൻറ്റ് വെച്ച് അഡ്വാൻസ് തരാനായിട്ട് 50,000 രൂപ അഡ്വാൻസും കൊണ്ട് വരുമെന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയും, അയ്യോ അച്ഛാ, അത് വേണ്ടായിരുന്നു, അച്ഛൻ്റെ ഫ്രണ്ടല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ അഡ്വാൻസ്, എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ, ഇത്രയും രൂപ അഡ്വാൻസ് ഒന്നും വാങ്ങിയേണ്ടെന്ന് പറയാം.
അപ്പോൾ രവി പറയാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മോളെ, നീ വാങ്ങണം, നീ ചെയ്യുന്ന ജോലിക്ക് നീ കൂലി വാങ്ങണം. 50,000 രൂപ അവർക്കത് വലിയ കാര്യമൊന്നുമല്ല. അവരുടെ പാർട്ടിയുടെ ഫണ്ടിൽ ഒരുപാട് പണമുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇതൊക്കെ ചിലവാക്കുന്നത്. അതുകൊണ്ട് മോള് ഈ പണം വാങ്ങി ആ ഓർഡർ അങ്ങ് ചെയ്ത് കൊടുക്കണം. അതിൽ നിന്ന് കുറച്ച് പണം ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പം രേവതിക്ക് നല്ല സന്തോഷമാവുകയാണ്. അത് കഴിഞ്ഞ് രേവതി ഇത് സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയും, ആഹാ കൊള്ളാമല്ലോ രേവതി, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരുപാട് ബിസിനസ് കിട്ടുമല്ലോ. ഇതുപോലെ ഒരുപാട് ബിസിനസ് കിട്ടുവാണെങ്കിൽ നമുക്ക് റൂം കെട്ടാൻ വളരെ എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ. അപ്പോൾ രേവതി പറയാം, അതേ അവർ കുറച്ച് പണം തരും, അതിൽ നിന്ന് കുറച്ച് പണം നമുക്ക് എന്തായാലും മാലയും പൂവും ഒക്കെ വാങ്ങാൻ വേണം. ബാക്കി കുറച്ച് പണം കൂടി നമുക്ക് മുറി കെട്ടാനുള്ള ഫണ്ടിലേക്ക് ഇടാന്ന് പറയാം. അപ്പോൾ സച്ചിയും പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ ചെയ്യാം നമുക്ക്, കൊള്ളാമെന്ന് പറയാം. അങ്ങനെ ആ ഫംഗ്ഷൻ്റെ സംഭവങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് രേവതി ചെയ്തു കൊടുക്കുകയാണ്. അവിടെ നല്ല രീതിയിൽ മാലകളൊക്കെ കെട്ടി കൊടുക്കുകയും അവർ പണം ലാസ്റ്റ് എല്ലാം കൊടുക്കുക. അപ്പോൾ രേവതിക്ക് അതിൽ നിന്ന് നല്ലൊരു തുക ലാഭം കിട്ടുകയാണ്. അത് സച്ചിയുടെ കൈ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, സച്ചേട്ടാ ഇത് നമുക്ക് റൂം കെട്ടാനുള്ള ആ ഫണ്ടിലേക്ക് ഇടാം. ഇത് നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വലിയ ഓർഡറും വലിയ തുകയൊക്കെ അല്ലേ. അപ്പോൾ സച്ചിൻ പറയാം, അതെ ഇതുപോലെ ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മോളെ. അതെ ഇതുപോലെ ഓർഡർ കിട്ടുവാണെങ്കിൽ എന്നെക്കൊണ്ട് മാത്രം പറ്റില്ല കേട്ടോ, 2-3 സ്റ്റാഫിനെയൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ സച്ചി പറയാം, അതിനെന്താ, നമുക്കൊരു കടമുറിയൊക്കെ എടുത്തിട്ട് കടയ്ക്കകത്ത് 2-3 സ്റ്റാഫിനെയൊക്കെ വെച്ച് ഇതുപോലെ ഓർഡർ എടുത്ത് ചെയ്യാം. അപ്പം നല്ല ലാഭവും കിട്ടും, നല്ല രസമല്ലേ. അപ്പോൾ രേവതി പറയാം, ശരിയാ നമുക്കതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കാമെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ രേവതിക്ക് ഇതേ അടുത്ത ഓർഡറും കിട്ടുകയാണ് കേട്ടോ. അടുത്ത ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ കല്യാണത്തിൻ്റെയാണ്, ഒരാഴ്ചത്തെ കല്യാണമാണ് കേട്ടോ. ഒരു വലിയ പണക്കാരൻ്റെ മോളുടെ വിവാഹമാണ്. അപ്പോൾ അവർ ഒരാഴ്ച കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ, അപ്പോൾ അതിനായിട്ട് ഒരുപാട് പൂക്കളും ഒരുപാട് ഫ്ലവർ ഡെക്കറേഷൻസും ഒക്കെ വേണ്ടി വരികയാണ്. അപ്പോഴേക്കും രേവതിയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ് ആ രാഷ്ട്രീയക്കാരൻ അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ദേ ഇതുപോലൊരു പെൺകുട്ടിയുണ്ട്, നല്ല ഉത്തരവാദിത്വത്തോടെ എല്ലാം നന്നായിട്ട് ചെയ്തു തരും. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുഴുവൻ ഓർഡറും അവളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അവൾ നല്ല രീതിയിൽ ചെയ്തു തരികയും ചെയ്തു. നല്ല ഒരു പെൺകുട്ടിയാണ്, വിശ്വസിക്കാം എന്ന് പറയുമ്പം അയാൾ ചോദിക്കുന്നുണ്ട്, വലിയ കുറച്ച് ഓർഡറാണ് കൊടുക്കാനുള്ളത്, നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വേണം. ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപയെങ്കിലും ഫ്ലവർ ഡെക്കറേഷൻസിനായിട്ട് ഞങ്ങൾ മുടക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരാൾക്കാരാണോ, അത്രയും വലുത് ഉത്തരവാദിത്വത്തോടെ ആ പെൺകുട്ടി ചെയ്തു തരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതിനെന്താ, ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടു തന്നെ നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ രാഷ്ട്രീയക്കാരൻ രവിയെ വിളിച്ചിട്ട് പറയാണ്, തൻ്റെ മണിമോൾക്ക് ഒരു നല്ല ഓർഡർ തന്നെ വന്നിട്ടുണ്ട്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വിവാഹത്തിൻ്റെ ചടങ്ങുകൾക്കുള്ള ഫ്ലവർ ഡെക്കറേഷൻസ് ഫുള്ളും അവർ തരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തിരി നല്ല പണിയൊക്കെ ഉണ്ടാവുമെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ആ ഒരു ഫംഗ്ഷൻ കൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. തൻ്റെ മരുമോൾ മിടുക്കിയ രേവതി അന്ന് ഞാൻ ഏൽപ്പിച്ച ജോലി നല്ല ഒന്നാമതായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്തു. ഇതിപ്പം ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ഒരാൾ വേണമെന്നാ അയാളുടെ ആവശ്യം. പണമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. തൻ്റെ മരുമോളോട് അയാളെ പോയി കണ്ടൊന്ന് സംസാരിക്കാൻ പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട്, ശരിയാ, ഞാൻ പറയാം അവളോട്, അവളും അയാളോട് പോയി കണ്ട് സംസാരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ രവി ഈ വിവരം വന്ന് രേവതിയോട് പറയാം. ഇത് രേവതിയോട് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ചന്ദ്ര ചോദിക്കുക, പിന്നെ അത്രയും വലിയ കല്യാണത്തിന് അത്രയും മാല കെട്ടാനും ഫ്ലവർ ഡെക്കറേഷൻസ് വയ്ക്കാനും ഒക്കെ ഇവളെ കൊണ്ട് പറ്റുമോ? ഇവള് വിചാരിച്ച എന്ത് നടക്കാനാ? വല്ല വീട്ടിൽ ഒരു മാല കെട്ടിക്കൊണ്ട് കൊടുക്കുന്ന പോലെയാണോ ഈ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ പരിപാടിയാണ്. ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നടത്തിയില്ലല്ലോ ഉണ്ടല്ലോ, അവർ കേസ് കൊടുക്കും. അപ്പോൾ രവി പറയുക, അതിന് ചന്ദ്രേ നീ അല്ലല്ലോ മാല കിട്ടുന്നത്, രേവതിയല്ലേ, രേവതി തീരുമാനിക്കട്ടെ, രേവതിയെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അവിടെ ചെന്ന് അയാളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയാം. അപ്പം ഉടനെ തന്നെ ചന്ദ്ര വീണ്ടും പറയാം, പിന്നെ ഇതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ പറയാണ് നമ്മുടെ സുധി, ഇല്ല ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, രേവതി വിചാരിച്ച ഇത് വല്ലതും നടക്കാനുണ്ടോ? അച്ഛൻ പറയുന്ന പോലൊന്നും അല്ല, അതൊക്കെ വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഈ രേവതിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയും, ഓഹോ നിനക്ക് കുശുമ്പ് കൊണ്ടല്ലേടാ നീ ഇത് പറയുന്നത്, രേവതിക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അപ്പോൾ പറയാം, ഇത്രയും വലിയ ഫംഗ്ഷന് എങ്ങനെ ചെയ്യും, ഇവളെ കൊണ്ട് നടക്കുമോ? ഇവളുടെ 2-3 മാല കെട്ടുകാരെയും കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരില്ല, മാല കെട്ടാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങനെ കുറച്ച് സ്റ്റാഫിനെ വെക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് നമുക്കിത് ചെയ്യിക്കാം സച്ചിയേട്ടാ. ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് സാലറി കൊടുത്താൽ പോരെ, നമുക്ക് ലാഭവും കിട്ടും, ഏറ്റെടുക്കാം എന്ന് പറയാണ്. എന്നാൽ ശരി നമുക്ക് അവിടെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൂടെ പോയി അയാളെ കണ്ട് സംസാരിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ശരിയാ, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനിത് സമ്മതിച്ചു തരാം, ഇതിന് ഓർഡർ തരാമെന്ന് പറയാം.
അപ്പോൾ രേവതി പറയുന്നുണ്ട് ശരിയാ, കുറച്ചധികം പണമൊക്കെ ആദ്യം ഇറക്കേണ്ടി വരും, കാരണം ഈ പൂക്കളൊക്കെ വാങ്ങും ഒക്കെ ചെയ്യണ്ടേ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, എത്ര രൂപ വേണേലും അഡ്വാൻസ് ആയിട്ട് തരാം, ഞാൻ തയ്യാറാ. നമുക്ക് കല്യാണം നല്ല രീതിയിൽ നടക്കണം, നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിക്കണം, വാടിയ പൂക്കളൊന്നും പാടില്ല, വാടുന്നതിന് മുമ്പ് ആ പൂക്കൾ മാറ്റി വേറെ പൂക്കൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം, അതുപോലെ മാലയും എല്ലാം നല്ല സൂപ്പറായിരിക്കണം എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട് സാറ് പറഞ്ഞ പോലൊക്കെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നാൽ എന്തായി 5 ലക്ഷം രൂപയുടെ ചെക്കായത്, ഇത് കൈവച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും, കാരണം ആദ്യം കുറേ പൂവും എല്ലാം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് വേണ്ടേ, അതിനായിട്ട് ഇത് വെച്ചോളാൻ പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട് അയ്യോ സാർ ഇത്രയും 5 ലക്ഷം രൂപയൊന്നും വേണ്ട, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് പറ്റില്ല, നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം, നിങ്ങൾ വലിയ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരൊന്നുമല്ല, പണം ഇറക്കിയാലല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളപ്പം ഈ പണം നിങ്ങൾ കൈവച്ചു, ഇതുകൊണ്ട് പൂക്കളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം, ബാക്കി ഘട്ടം ഘട്ടമായിട്ട് ഞാൻ തരാം, പണത്തിന് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചു, എനിക്കൊരു പ്രശ്നവും ഇല്ല, കാര്യം നന്നായിട്ട് നടക്കണമെന്നേ ഉള്ളെന്ന് പറയാം. അപ്പോൾ സച്ചിയും രേവതിയും സമ്മതിക്കുകയാണ് കേട്ടോ, ശരി സാർ, ഞങ്ങൾ ആ പരിപാടി നന്നായിട്ട് ചെയ്തു തരാമെന്ന് പറയാം. അങ്ങനെ ഈ പണമായിട്ട് വീട്ടിൽ വരിക, വീട്ടിൽ വന്ന് കാണിക്കുമ്പോഴേക്കും ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഒന്നും ഇഷ്ടപ്പെടുന്നേയില്ല. ഇത്രയും പണമോ, 5 ലക്ഷം രൂപയോ അഡ്വാൻസ് ആയിട്ടോ. അപ്പോഴേക്കും രവിയുടെ കൈ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ രേവതി. അപ്പോൾ രവി പറയുന്നുണ്ട് മോളെ, ഇത് എൻ്റെ കയ്യിലൊന്നും കൊണ്ടു തരേണ്ട പണമല്ല, ഇത് നിങ്ങൾ എടുത്തിട്ട് പൂക്കളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ രേവതി പറയാം അച്ഛാ എൻ്റെ കുറച്ച് പണമൊക്കെ ഉണ്ട്, അപ്പോൾ ഇത് നമുക്ക് റൂം കെട്ടാനെടുക്കാം. അപ്പോൾ സച്ചി പറയാം അതെ അച്ഛാ ഇത് റൂം കെട്ടാനെടുക്കാമെന്ന് പറയാം. അപ്പോൾ രവി പറയുന്നുണ്ട് ആ ശരി, അങ്ങനെയാണെങ്കിൽ ഇത് റൂം കെട്ടാനായിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ സച്ചി പറയാം അച്ഛാ ആ കോൺട്രാക്ടറെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുക, എങ്ങനെയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ റൂം കെട്ടാമെന്ന് പറയാം. ആ ശരി, അടുത്ത ദിവസം തന്നെ ഞാൻ അതൊക്കെ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുകയാണെ അയ്യോ ഇത്രയും വലിയ ഓർഡർ കിട്ടി ഇവളെങ്ങനെ ചെയ്യൂ ഇതൊക്കെ, ഇത് കണ്ടോണം കുളവാകും, അവസാനം ആ പണം എടുത്ത് ചിലവാക്കാൻ വരട്ടെ, അവർ വല്ല കേസും കൊടുത്തെങ്കിലേ പണം തിരിച്ചു കൊടുക്കേണ്ടി വരും, എന്നിട്ട് മതി റൂമുകൾട്ടൊക്കെ ഇവിടെ. അപ്പോൾ സുധീം പറയും ശരിയാ, നിങ്ങൾ ഈ മാല കെട്ടി 4 വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പോലൊന്നും അല്ല, ഒരാഴ്ചത്തെ വിവാഹവും ആ ഫംഗ്ഷനും അതിനൊക്കെ നല്ല ചിലവാവില്ലേ, അപ്പോഴേക്കും ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ ചോദിക്കുക. എല്ലാം നിരുത്സാഹപ്പെടുത്താൻ നോക്കുകയാണ് ശ്രുതിയും കൂടെ. അതേസമയം നല്ല രീതിയിൽ തന്നെ രേവതി അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ രേവതി ആ ഓർഡർ ആളെ വെച്ച് ഒക്കെ ചെയ്യിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടി, ഇനിയും ഇതുപോലുള്ള ഓർഡറുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേരെ വയ്ക്കാൻ ജോലിക്കാരായിട്ട് ഒരു റൂം കടയായിട്ടും എടുക്കാം, എന്നിട്ട് വലിയ വലിയ ഓർഡറൊക്കെ പിടിച്ച് ചെയ്തു കൊടുക്കാം, നല്ല ലാഭം കിട്ടും. അപ്പോൾ രേവതി പറയും അതെ അതെ ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്, ദൈവമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന, നമുക്ക് റൂം കെട്ടാനുള്ള പണമൊക്കെ ആയി, ഇതിപ്പോൾ ഇതിൽ നിന്ന് നല്ല ലാഭവും കിട്ടുമല്ലോ എന്നൊക്കെ പറയാം. അങ്ങനെ നല്ല തുക ലാഭമായിട്ട് ഇങ്ങനെ കിട്ടുകയാണ് കേട്ടോ. കിട്ടിക്കഴിയുമ്പോഴേക്കും ആകെ മൊത്തം കുശുമ്പാവാണ് ശ്രുതിക്കും അതുപോലെ ചന്ദ്രയ്ക്കും ഒക്കെ. അങ്ങനെ അവിടെ നിന്ന് ശ്രുതി ചന്ദ്രയുടെ അടുക്ക ചെന്ന് പറയാം അമ്മേ രേവതിക്ക് കണ്ടില്ലേ എത്ര ലക്ഷം രൂപയാണ് ലാഭമായിട്ട് കിട്ടിയത്, ആ ഒറ്റ ഓർഡറിൽ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രേവതി അങ്ങ് അടിച്ച് കയറിപ്പോകും, നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും അവിടെ നിൽക്കില്ല കേട്ടോ അമ്മയെന്ന് പറയാം. അപ്പോൾ ചന്ദ്രയെ പറയാം ശരിയാ, അവളുടെ ഒരു സമയം നോക്കണേ, അങ്ങനെ എത്ര ഓർഡറാണ് കിട്ടുന്നത്, ഇവിടെ മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഒരു പരിധിക്ക് കിട്ടുന്ന പോലുമില്ല, നിന്റെ ഭർത്താവുണ്ടല്ലോ സുധി, അവൻ വലിയ ഷോപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ, എന്നിട്ട് എന്താ അവന് ലാഭം കിട്ടുന്നത്, അവന് ഇതുവരെ ഒറ്റ പൈസ ലാഭം പോലും കിട്ടുന്നില്ല, മൊത്തം നഷ്ടമാ. രേവതി കണ്ടില്ലേ വേറെ പൂവും കെട്ടി പൂമാലയും വിറ്റ് നടന്നവള് ഇപ്പോൾ വലിയ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് രൂപ ഒറ്റ ഷോയിൽ നിന്ന് ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ പോയാൽ അവളെ പിടിച്ചാൽ കിട്ടുകയല്ലടി, അവളുടെ ആ അഹങ്കാരം അതുകൂടി ഞാൻ കാണേണ്ടി വരും. അപ്പോൾ ഉടനെ ശ്രുതി പറയും ശരിയാ അത് ഓർക്കുമ്പോഴാ ഇപ്പം തന്നെ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ അവൾക്ക് നേരം കിട്ടുന്നില്ല, അമ്മ കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുമ്പോൾ വീട്ടു ജോലികളെല്ലാം അമ്മയുടെ തലയിൽ ഇട്ട് വന്നിട്ടല്ലേ രേവതി പോകുന്നത്. അപ്പോൾ ചന്ദ്ര പറയാം ശരിയാ, രാവിലെ എണീറ്റ് അവൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്, പക്ഷേ ശരിക്കൊന്നും അവളൊന്നും ചെയ്യുന്നില്ല, അതെല്ലാം എൻ്റെ തലയിൽ ഇട്ടിരിക്കുക, എനിക്ക് വയ്യ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനൊന്നും, മാലകെട്ട് പൂകെട്ട് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോന്നിനും വേണ്ടി ഇറങ്ങി അങ്ങ് പോവുക, ഞാൻ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടണം എന്നൊക്കെ പറയുക. അപ്പോൾ ഉടനെ ശ്രുതി പറഞ്ഞു കൊടുക്കുക ശരിയാ, അവൾക്ക് ഇങ്ങനെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലേ അമ്മ അവൾ വക വയ്ക്കുകയില്ല, ഇനി ഈ വീട്ടിലെ ഒരു ജോലിയും രേവതി ചെയ്യില്ല, ഇഷ്ടം പോലെ പണവും കോടീശ്വരിയൊക്കെ ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അവൾ ഈ വീട് വിട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അവർ വേറെ വീട് വെച്ച് മാറും, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ പണി മുഴുവൻ അമ്മ ചെയ്യേണ്ടി വരും, അതേ രേവതിയുടെ വേലക്കാരിയായിട്ട് നിൽക്കേണ്ടി വരും അമ്മ, അടുത്ത ദിവസം അമ്മയെ അവൾ ഒരു വേലക്കാരിയായിട്ട് കാണും, അവളുടെ കാൽ കീഴി നിൽക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലേ. ചന്ദ്ര പറയാ നിർത്ത്, ഇനി അതൊന്നും പറയണ്ട, ഞാൻ അതിനൊന്നും അനുവദിക്കില്ല, നോക്കിക്കോ ഞാൻ എങ്ങനെയെങ്കിലും ഇവളുടെ ഈ വലിയ ജോലി അങ്ങ് നിർത്തും,
വലിയ ഓർഡർ പിടിച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. കാരണം എന്താന്ന് വെച്ചാലേ, അവൾ ഇങ്ങനെ നടന്നാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ ആളില്ല. എനിക്കാണെങ്കിൽ വയ്യാതായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് നിർത്തിക്കും, നീ കണ്ടോണെന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് കുറച്ച് സന്തോഷമാവുകയാണേ. കാരണം ഇത്രയും കാര്യങ്ങൾ നടന്നല്ലോ. ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു, എങ്ങനെയെങ്കിലും ചന്ദ്ര രേവതിയായിട്ട് ഉടക്കി അത് വേണ്ടെന്ന് വപ്പിക്കുമെന്ന് വിചാരിക്കുക. അതേസമയം അതൊന്നും നടക്കുന്നില്ല. രവിയും സച്ചിയും തടയുകയാണ് കേട്ടോ. രേവതി രാവിലെ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തിട്ടല്ലേ പോകുന്നത്. പിന്നെ ചന്ദ്ര നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക രവി. സച്ചി പറയുന്നുണ്ട്, ദേ ഇനി എൻ്റെ ഭാര്യ ഇങ്ങനെ ജോലി ചെയ്യുമെന്ന് വെച്ച് നിങ്ങൾ ഇരിക്കുമൊന്നും വേണ്ട. ഇനി കൂടുതൽ ജോലി എന്തെങ്കിലും ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങ് ചെയ്താൽ മതി. അവളെ അതിനൊന്നും കിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ ആ ഒരു പണിയും പാളിപ്പോവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേവതി ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാൾ കുറേ ഫ്ലവേഴ്സൊക്കെ കൊണ്ട് കളയാണ്. കുറേ ഫ്ലവർ ബൊക്കകളൊക്കെ കൊണ്ട് കളയുക, നല്ല ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ രേവതി അയാളോട് ചോദിക്കുക, നല്ല പൂക്കളാണല്ലോ, എന്നിട്ട് ഇതെല്ലാം കൊണ്ടിങ്ങനെ വേസ്റ്റായിട്ട് കളയുന്ന എന്താ, കണ്ടിട്ട് തന്നെ വിഷമം തോന്നല്ലോ എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ തന്നെ അയാൾ പറയാം, അത് എന്ത് ചെയ്യാനാ, ഇതൊരു വലിയ ഫംഗ്ഷന് കൊണ്ടുവന്ന പൂക്കളാ, ഇവിടെ എല്ലാം അത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ തന്നെയാണ്, പക്ഷേ ഒറ്റ ദിവസം ഉപയോഗിച്ച് പിറ്റേ ദിവസം അതിനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, വാടിപ്പോയില്ലേ, അതുകൊണ്ട് അതങ്ങ് കളയുവാന്ന് പറയാം. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇതിങ്ങനെ വേസ്റ്റായിട്ട് കളയുക. അതൊക്കെ എന്ത് ചെയ്യാനാ, അല്ലാതെ ഈ പൂക്കൾ സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ, ആർക്കും ഒരു ഉപയോഗവും ഇല്ല. അപ്പോൾ കൈ പിടിച്ചിട്ട് പിന്നെ അതങ്ങ് കളയും ഈ ബുക്കുകളൊക്കെ. അപ്പോൾ രേവതി ആലോചിക്കുക, ശരി തന്നെയാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്ന ബൊക്കകളും മാലകളും ഒക്കെ ആ ഒരു നിമിഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതങ്ങ് വേസ്റ്റ് ആവുക. എത്ര ദിവസത്തെ കഷ്ടപ്പാടാ, എന്തുമാത്രം നല്ല പൂക്കളാ, അത് വീണ്ടും അങ്ങ് കളയുവല്ലേ ചെയ്യുന്നത്. അത് എന്നാ ചെയ്യാനാ, കഷ്ടം തന്നെയാണ്. ഇനിയിപ്പോൾ ആ ഒരു രീതി മാറ്റണമല്ലോ. ഈ പൂക്കൾ ബൊക്കയായിട്ട് കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. വേറെന്തെങ്കിലും ബൊക്കയായിട്ട് കൊടുത്താൽ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴും പലരും അങ്ങനെ കൊടുക്കുന്നുണ്ട്. സ്വീറ്റ്സ് കൊണ്ടുള്ള ബൊക്കെ, ചോക്ലേറ്റ്സ് കൊണ്ടുള്ള ബൊക്കെയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്താൽ അതൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാം, കഴിക്കാനും പറ്റും. പക്ഷേ ഈ സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒന്നും അത്ര നല്ലതല്ല. അതിൻ്റെ ബൊക്കെയൊക്കെ കൊടുത്താൽ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷേ പിന്നെ എന്താ ഒരു വഴി, ഫ്രൂട്ട്സ്, നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ബൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അട്രാക്ഷനും ഉണ്ടാവും. പിന്നീട് അത് വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് കഴിക്കുകയും ചെയ്യാം, ആരോഗ്യത്തിന് നല്ലതാണ്. നല്ലൊരു ഐഡിയ ആണല്ലോ, അങ്ങനെ ഒരു പരിപാടി ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കണം. അപ്പോൾ സച്ചിയോട് എന്നിട്ട് പറയാണ് രേവതി ഇക്കാര്യം. അതെ സച്ചിയേട്ടാ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമ്മൾ ഈ പൂക്കളുടെ ബൊക്കയും ഒക്കെ മാലയൊക്കെ കൊടുക്കുന്നതിന് പകരം ഫ്രൂട്ട്സ് കൊണ്ടിട്ടുള്ള ബൊക്കകൾ ഉണ്ടാക്കിയാലോ, നല്ല അട്രാക്റ്റീവായിട്ട്. എന്നിട്ട് അത് ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പം അത് കിട്ടുന്നവർക്ക് അത് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുകയും ചെയ്യാം. അവരുടെ ആരോഗ്യത്തിന് അത് നല്ലതുമാണ്. ഈ പൂക്കൾ വേസ്റ്റ് ആവുന്നത് പോലെ അവിടെ ഇവിടെയും വലിച്ചെറിഞ്ഞ് വേസ്റ്റ് ആക്കേയില്ലല്ലോ. നല്ലൊരു ഐഡിയ അല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ സച്ചി പറയാം, ശരിയാ രേവതി, നല്ല ഐഡിയ, നിന്റെ ബുദ്ധി കൊള്ളാം കേട്ടോ. ഏതായാലും അങ്ങനെ നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം, അത് നമുക്ക് പൂക്കൾക്ക് പകരം കൊടുക്കാം. പുതിയൊരു ഐഡിയ ആവും, ആവശ്യക്കാരും ആവും എന്ന് പറയാം. അങ്ങനെ ഈ കാര്യം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യുക. രേവതിയാണെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കുവാണ്, നല്ല അടിപൊളിയായിട്ട്. എന്നിട്ട് അത് സച്ചിയെ കാണിക്കുക. സച്ചി എല്ലാവരെയും കാണിക്കുകയാണേ, ഇത് കണ്ടോ രേവതിയുടെ പുതിയ ഐഡിയ ആണ്, ഫ്ലവേഴ്സിന് പകരം പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു ബൊക്കെ, നല്ല രസമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട് രേവതി ചേച്ചി, സൂപ്പർ ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് വർഷ അതിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഓൺലൈനിൽ ഇൻ്റർനെറ്റിൽ ഇടുകയാണ്. അങ്ങനെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. രേവതിയുടെ നമ്പരും കൂടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ ഐഡിയ സച്ചി പറയാം, ഇനി ഞങ്ങൾ ഇങ്ങനെ ചെയ്യാണെന്ന് പറയാം. ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം, നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ രവിയും പറയുന്നുണ്ട്, അതേ മോളെ, നല്ല കാര്യമാണ്, നീ ഇങ്ങനെ ചെയ്യുക, നിനക്ക് ഇനിയും ഓർഡറുകൾ കിട്ടും. ഇപ്പം തന്നെ ഫ്ലവേഴ്സിൻ്റെ ഓർഡർ ഒരുപാട് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ വേണ്ടവർക്ക് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ബൊക്കയും കൂടി കൊടുക്കാമെന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയാം, ഇതത്ര പുതിയ ഐഡിയ ഒന്നുമല്ല, ഇത് ആളുകളൊക്കെ പണ്ടേ ചെയ്യുന്ന കാര്യമാണ്, ഇത് വിജയിക്കാനൊന്നും പോകുന്നില്ല. ഫ്രൂട്ട്സ് കൊണ്ട് ചോക്ലേറ്റ്സ് കൊണ്ട് ഒക്കെ ബൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ട്. പിന്നെ രേവതിയുടെ വിചാരം അവൾക്ക് ഇതിപ്പം ആദ്യമായിട്ടാണെന്നാ. അതെങ്ങനെയാ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത ഇവള് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയും, നീ അവളെ പരിഹസിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെയാണെ എടാ, നീ വിൽക്കുന്ന TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ ആദ്യമായിട്ട് ഇറക്കിയത് മറ്റുള്ള രാജ്യക്കാരാ. എന്നിട്ട് ഇവിടെ ഇരുന്ന് നീയും അത് വിറ്റ് കാശുണ്ടാക്കുന്നില്ലടാ. അതുപോലെ രേവതി തുടങ്ങുന്നത് രേവതിയുടെ ഐഡിയ, അതിന് നിനക്കെന്താ എന്ന് ചോദിക്കാം. അപ്പോൾ ചന്ദ്രൻ പറയാം, വേണ്ട, ഈ പരിപാടിയൊന്നും വേണ്ട, ഇപ്പോൾ പൂകെട്ട് തന്നെ ഒരു പരിപാടി, ഇനി അടുത്ത പരിപാടി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കുമാണ് ഉടനെ നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് ഒരു കോള് വരിക. വർഷ ഫോണൊക്കെ എടുത്തിട്ട് രേവതിയുടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടരത് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടോ. എന്നിട്ട് രേവതിയോട് ചാർജൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ചെറിയ ബൊക്കെ ആണെങ്കിൽ 500 രൂപ, വലിയ ബൊക്കെ ആണെങ്കിൽ 1000 രൂപ എന്ന് പറയാം.
അപ്പോൾ അവർ 2 ബൊക്കെ ഓർഡർ ചെയ്യുകയാണ്, വലുത് തന്നെ. അപ്പോൾ രേവതി അതൊക്കെ ഓക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം മുന്നിൽ വെച്ച് തന്നെ രേവതി പറയാണ്, ദേ സച്ചേട്ടാ എനിക്ക് 2 ബുക്കേക്ക് ഓർഡർ കിട്ടി, 2000 രൂപ അവർ ഗൂഗിൾ പേ ചെയ്തേക്കാമെന്ന് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഹാ, ഇപ്പോൾ തന്നെ ഓർഡർ കിട്ടിയോ രേവതി എന്ന് ചോദിക്കുക സച്ചി. അപ്പോൾ വർഷ പറയാ, കിട്ടി, ഞാൻ അപ്പം തന്നെ അത് ഓൺലൈനിൽ ഇതെല്ലായിടത്തും സെൻഡ് ചെയ്തായിരുന്നു, അങ്ങനെ വന്ന ഓർഡറാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്കും ഒക്കെ അങ്ങ് കുശുമ്പ് വരുക. ശ്രുതിയും കൂടെ പറയാം, ഇത്ര പെട്ടെന്ന് ദേ ഇവക്ക് 2000 രൂപ കിട്ടി, 2000 രൂപയുടെ ഓർഡർ, ഇക്കണക്കിന് പോയ രേവതിയെ പിടിച്ച് കിട്ടത്തില്ല കേട്ടോ എന്ന് പറയാം ശ്രുതിയും പറയാം, ശരിയാ, അവളുടെ ബിസിനസ് കയറി വരുവാണല്ലോ, നമ്മുടെ ബിസിനസ് അങ്ങ് നശിച്ച് വരുമ്പോഴേക്കും അവളാണെങ്കിൽ കയറി വരുവാണല്ലോ ഇപ്പം. പൂക്കളുടെ ബിസിനസ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഇനിയിപ്പം ബൊക്കെ, ഫ്രൂട്ട്സ് കൊണ്ടുള്ള ബൊക്കെ എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അങ്ങ് കുശുമ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്